എങ്ങോട്ട് രാവിലെ തന്നെ ഈ ഷോയൊക്കെ കാണിച്ചെന്നല്ലേ. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റു നമ്മളൊരു സ്ഥലം വരെ പോവാട്ടോ. വേറെ എങ്ങോട്ടുമല്ല, അമ്മയുടെ കുടുംബക്ഷേത്രത്തിലോട്ട് പോവാം. എനിക്ക് കുഞ്ഞിലേ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങളുടെ വെക്കേഷൻസ് കൂടുതലും അവിടെയായിരിക്കും. സർപ്പം പാട്ട് തുള്ളലെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അത് അവിടെ 3 ദിവസമായിരിക്കും ഉണ്ടാവുന്നത്. ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി അടിച്ച് പൊളിക്കുന്ന ദിവസങ്ങളായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ റെഡിയായി ഇറങ്ങി. കാരണം ഇപ്പോൾ അവിടെ തുള്ളലൊന്നും അങ്ങനെ നടത്താറില്ല. അപ്പം നമ്മൾ അമ്മയും ഞാനും ചേച്ചിയും ആമീസുമാണുള്ളത്. ഞങ്ങൾ 4 പേരും കൂടിയാണ് അപ്പോൾ പോകുന്നത്. ആമി ഫസ്റ്റ് ടൈമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അവിടെ എന്താണെന്നുള്ളത്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങാമെന്ന് പറഞ്ഞു. ബേക്കറിയിൽ കയറി. അപ്പോൾ നല്ല ആളെയും കൊണ്ടാണ് കയറിയത്. അവൾക്ക് ആദ്യം വേണമായിരുന്നു. പിന്നെ നമ്മളിതാ ബസ് സ്റ്റാൻഡിൽ വന്നു. ബസ് കാത്ത് നിൽക്കുവാട്ടോ നമുക്ക് അങ്ങോട്ടുള്ള. അങ്ങനെ ഇതാ നമുക്ക് പോകാനുള്ള ബസ് എത്തി. അപ്പം ഞാൻ ചിറ്റയുടെ കൂടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്തോട്ട് വന്നിരുന്നു. ചേച്ചിയും അമ്മയും പുറകിലിരുന്നു. പിന്നെ അവൾ വാങ്ങിച്ച ലേസ് അവൾക്ക് പൊട്ടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. പിന്നെ ചേച്ചി അത് പൊട്ടിച്ച് കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് പോസ് ചെയ്യുന്നതാട്ടോ നിങ്ങളിപ്പോൾ കണ്ടേ. പിന്നെ സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുള്ളൊരു യാത്രയും ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കാം. അവൾ ഭയങ്കര ത്രില്ലിലായിരുന്നു. ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിനിടയ്ക്ക് എന്നെ വിളിച്ച് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിറ്റേ ഇതാ അത് കണ്ടോ, ആ വീട് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ പിന്നെ സ്ഥിരം കാണാറുള്ളതാണെങ്കിലും അവൾ വിളിച്ച് കാണിക്കുമ്പോൾ ഞാനും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണിച്ചു കൂട്ടാം. കണ്ടു, കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഞങ്ങൾ നേരത്തെ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആമി ഉള്ളതുകൊണ്ട് ഇത്തവണ നമ്മൾ ഓട്ടോ വിളിച്ചു. അങ്ങനെ ഓട്ടോയിലാട്ടാ പോയി ഇറങ്ങിയത്. ഇതാണ് അപ്പം നമ്മൾ എത്തിയ സ്ഥലം. നമ്മുടെ കുടുംബക്ഷേത്രം ഇതാട്ടാ. തിരക്കൊന്നുമില്ലായിരുന്നു. പണ്ട് ഇവിടെയൊക്കെ നിറച്ച് കാടുകളായിരുന്നു. അപ്പം ഓരോ സർപ്പവിഗ്രഹങ്ങളും ആ കാടിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഗണപതിയാണ്. അപ്പോൾ ഇവിടെ ഗണപതി അച്ഛൻ എന്നാട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മളിത് അവിടെ വന്ന് തൊഴുതു. തിരക്കില്ലാത്തതുകൊണ്ട് സമാധാനത്തോടെ തൊഴാൻ പറ്റി. പിന്നെ ആമീനെ വിളിച്ച് ഓരോ സ്ഥലങ്ങളായിട്ട് കാണിക്കാനായിട്ട് പോയി. നേരത്തെ നമ്മളിതിനകത്ത് കയറി തൊഴുതുകൊണ്ടിരുന്നത്. ഇപ്പം പ്രതിഷ്ഠകളെല്ലാം തന്നെ പുറത്ത് നിന്ന് തൊഴുന്ന രീതിയിലോട്ട് പുറത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഫുള്ള് ഇങ്ങനെയൊന്നുമല്ലായിരുന്നു. നിറയെ ചൂരലിൻ്റെ കാടുകളായിരുന്നു. ഇപ്പം അതെല്ലാം വെട്ടി ഒതുക്കി വെച്ചിരിക്കുകയാണ്. പണ്ട് നമ്മളിവിടുന്ന് കുറേ ചൂരൽ പറിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ പഴങ്കഥകളൊക്കെ കേട്ട് പേടിച്ച് വേണ്ടാന്ന് വെച്ചു. ഈ മരങ്ങളൊക്കെ തന്നെ പാതിയും പോകാറായി കേട്ടോ. വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളായതുകൊണ്ടായിരിക്കാം. അത് അപ്പുറത്തോട്ടുള്ളൊരു വഴിയാട്ടോ. പക്ഷെ ഇപ്പം ആരും അങ്ങോട്ട് പോകാറില്ല. ഫുള്ള് കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പം എൻ്റെ ഒരു വെക്കേഷൻ വൈബ് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞിലെ നല്ല രസമായിരുന്നു ഇവിടെ. ഞങ്ങളെല്ലാവരും കൂടി അടിച്ച് പൊളിച്ച് ആ ഒരു 3 ദിവസം ഞങ്ങൾക്കൊരു 3 വർഷത്തെയുള്ള മെമ്മറീസ് തരുമായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു പ്രതിഷ്ഠയാട്ടോ. അവിടുത്തെ നാഗേക്ഷിയമ്മ എന്ന് നമ്മൾ യക്ഷിയമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.